ഉണ്ടോ നോക്കേറ്റ്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നലെ നല്ല ആവിയായിരുന്നു. ഇത് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. കാലാവസ്ഥ അങ്ങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വന്ന വഴി തന്നെ നമ്മുടെ പതിവ് പോലെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയാൻ കഴുകിയിട്ടു. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയാണെങ്കിൽ ഇതിൽ നമ്മൾ കപ്പ പുഴുങ്ങിയ തേങ്ങയുടെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. 1.5 മുറി തേങ്ങ ബാക്കി ഇരിപ്പുണ്ട്. നമുക്ക് തേങ്ങ ചിരകണം. ഇതൊക്കെ എന്തിനാണെന്ന് അറിയാവോ കൂട്ടുകാരെ? എൻ്റെ വീട്ടിലെ എൻ്റെ സ്വന്തം അടുക്കളയിലെ ദേശീയ ഭക്ഷണമായ ഇടിയപ്പം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ അനുസൂട്ടന് പോകണം, എനിക്ക് പോകണമൊക്കെ ഇവിടെ ബീഫ് ഇരിപ്പുണ്ട്. ബീഫ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ബീഫ് കറി അങ്ങ് എണ്ണയിലിട്ടങ്ങ് വരട്ടിയൊക്കെ എടുത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് 7 മണിയാകുമ്പോൾ ഇറങ്ങണം. എനിക്ക് 8:10 ബസ് തൊടുപുഴയിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് 7 മണി കഴിയുമ്പോഴത്തേക്കും ഓടി പഠിച്ചൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് പതുക്കെ അങ്ങ് പോകാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ ചെന്ന് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇവിടുന്ന് രാവിലെ കഴിച്ചിട്ട് പോയാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ അത് ബ്രേക്ക്ഫാസ്റ്റോടെ ഒരു കുഞ്ഞു പാത്രത്തിൽ എടുത്താൽ പോരെ, ഇടിയപ്പം എടുത്തുകൊണ്ട് പോയാൽ പോരെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചോറും ഞാൻ കൊണ്ടുപോകണം കേട്ടോ. ഉച്ചക്കത്തേക്ക് ഞാൻ ഇടിയപ്പം തന്നെയാണ് കൊണ്ടുപോകുന്നത്. ചോറ് കഴിക്കാനങ്ങ് തോന്നണില്ല തണുത്തൊക്കെ ഇരിക്കുമ്പോഴേ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകി വെക്കട്ടെ. നാടൻ തേങ്ങ അല്ലെന്ന് തോന്നുന്നു. വലിയ തേങ്ങ, മറ്റേ ഈ ബ്ലോക്ക് തെങ്ങിൻ്റെയൊക്കെ തേങ്ങയില്ലേ അതുപോലത്തെ തേങ്ങയാണെന്ന് തോന്നണേ. ടേസ്റ്റ് കുറവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇത്ര ഉള്ള കുഞ്ഞു കുഞ്ഞ് ഈ മലയ്ക്കൊക്കെ കെട്ടുകറക്കാനൊക്കെ പറ്റിയ കൂട്ട് തേങ്ങയില്ലേ അതുപോലത്തെ തേങ്ങ കിട്ടിയിട്ടോ. ഇത്തവണ വലിയ തേങ്ങ കിട്ടിയപ്പോൾ സന്തോഷിച്ച്. നാടൻ തേങ്ങയല്ല, കുഞ്ഞു തേങ്ങ നാടൻ തേങ്ങയായിരുന്നു. നല്ല കൊന്നത്തെങ്ങിൻ്റെ തേങ്ങ. കൊന്നത്തെങ്ങെന്ന് വെച്ച് പറഞ്ഞാലേ പൊക്കമുള്ള തെങ്ങില്ലേ, കാലപ്പഴക്കം കൊണ്ട് പൊക്കം വെച്ച് പോയ തെങ്ങ. നമ്മുടെ ഇടിയപ്പത്തിനുള്ള വെള്ളമൊക്കെ തിളച്ചു കേട്ടോ. തേങ്ങ വലുതാണെന്നുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ കുറവാണ്. ചിരവ ഇളകുന്നു.
ഇത് മതിയായിരിക്കും. കയ്യോടെ ചിലവ് അങ്ങ് കഴുകി വെച്ചില്ലെങ്കിൽ അതിനകത്ത് വല്ല പല്ലിയൊക്കെ കയറുന്നു. ഇത് വേണ്ട പാത്രം നല്ല ചൂട് വെള്ളമാണ്. തിളച്ച വെള്ളമാകുമ്പോൾ നമ്മൾ കൈ ഇട്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ കൈ കൊടുത്ത് അവിടെ പൊടിയായിപ്പോൾ. അതുപോലെ ഇത് കുഴയ്ക്കുമ്പോൾ പൊടി അധികം ലൂസായി പോകാൻ പാടില്ല. തീരെ ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റ് സ്മൂത്ത്നെസ് ഒക്കെ പോയിട്ട് കട്ട കൂടിയോണാകും വെന്ത് കഴിയുമ്പോൾ. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആൻസൂട്ടന് കിടന്ന് നല്ല വർക്കാണ്. സമയം 4:30 ഞാൻ 4 മണിക്കാണ് 3:30 അലാറം വെച്ചിട്ടത്. നേരത്തെ തന്നെ ഒന്ന് തയ്യാറായി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. 6 മണിയാകുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാലാണ് 1 മണിക്കൂർ എനിക്ക് ഫ്രഷ് ആവാനായിട്ടൊക്കെ വേണം. അപ്പോൾ 6 മണിക്ക് നമ്മുടെ ജോലികളൊക്കെ കഴിയണ്ടേ. അതിനാണ് കേട്ടോ ഞാനിപ്പോൾ ഈ 4 മണിയുടെയും ഒക്കെ കണക്ക് പറയുന്നത്. ഒത്തിരി പേര് പറഞ്ഞ് 2 വീലർ എടുക്കുമോ 2 വീലർ എടുക്കുമോ എന്ന്. 2 വീലർ എടുക്കണം, അതിന് ഡ്രൈവിങ് പഠിക്കണം. അപ്പോൾ അതിനേക്കാൾ അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ 2 വീലർ. പിന്നെ കുറച്ചൊക്കെ നടക്കട്ടെ അല്ലേ. ഞാൻ അതിനറിയാവോ നമ്മുടെ ആരോഗ്യം മുഖ്യം ബിഗിലേ. അപ്പോൾ രാവിലെ വൈകിട്ട് ഇച്ചിരി നടക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. നല്ല ചൂടാണ് കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ നാളായി, കുറച്ച് നാളായിട്ട് ദോശ ഇഡ്ഡലി ദോശ ഇങ്ങനെയാണ് എൻ്റെ റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചോറ് തിളച്ചിട്ട് നമ്മുടെ കനലിലേക്കെല്ലാം വീണു, തീയിലേക്ക്. അതൊക്കെ വിറക് കൂട്ടി കൊടുത്തില്ലെങ്കിൽ വിറക് കത്തി അങ്ങ് പോയി. ഇടിയപ്പം എന്നതിന് പേര് വരാൻ കാരണം എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇയാൾ ഇടിച്ചൊക്കെ ഉണ്ടാക്കണമെന്നും അറിയത്തില്ല. അതോ ഇനി ആരുടെയെങ്കിലും പുറത്തിൻ്റെ 4 ഇടി കെട്ടി ഉണ്ടാക്കിയ അപ്പാണോ എന്നും അറിയത്തില്ല. എന്നാണെങ്കിലും ഇടിച്ചൊന്നുമല്ല, പിഴിഞ്ഞാണല്ലോ ഇടിയപ്പം ഉണ്ടാക്കുക. അപ്പോൾ പിഴിഞ്ഞപ്പം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാവരും പറയും ഇടിയപ്പം ഏറ്റവും പാടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. എന്നാണെന്നറിയില്ല, എനിക്കിതാ ഏറ്റവും എളുപ്പം. ഇച്ചിരി പൊടി എടുക്കുക, അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കുക. അതെ,
ബോൾസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കൂട്ടം കാര്യം ഇന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം കേട്ടോ. ഇന്നലെ ചാൻസൂട്ടൻ അത് വാങ്ങി തന്നത്. നല്ലൊന്ന് കഴുകട്ടെ. എൻ്റെ കൂടെ വേറൊരാൾ കൂടി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബാസ്കിമ, എൻ്റെ സ്നേഹ എൻ്റെ കൂടെ ഓടി ഇനി വന്നു. ഞാൻ പിന്നെ ഒരു മുട്ടയൊക്കെ കൊടുത്ത് അവനെ അവിടെ ഇരുത്തിയേക്കാണ്. ഞാനടുത്ത് കുറേ നാളായില്ല വീഡിയോ ഒക്കെ ചെയ്തിട്ടെന്ന് ഓർത്തെ. ഒരു ഓയിൽ ഇങ്ങനെ തടവി കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പാടായിപ്പോവും. നമ്മുടെ തേങ്ങ
കണ്ടോ, ഇടിയപ്പം ഉണ്ടാക്കണ വളരെ സിമ്പിളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഭാസ്കവേ, ഭാസ്കവേ, പുറകുവശത്തൊക്കെ നല്ല കൂറ്റാകോരി ഇരുട്ടാണ് കേട്ടോ. ഭാസ്കവേ, ഭാസ്കവേ വന്നേ, എന്നെ ഉണ്ട് വിശേഷത, അവിടെ പോവാ? അയ്യോ, ഒരു കൂട്ടം ഇട്ട് കൊടുക്കാൻ മറന്നുപോയി.
മനോരമ വീക്ക്ലിയുടെ ഒരു പരസ്യം കണ്ടോ? പണ്ട് ഞാൻ സ്ഥിരം വായിച്ചോണ്ടിരുന്ന മംഗളം മനോരമയൊക്കെ. എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പം പള്ളിയുടെ താഴെയുള്ള കടയിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടേ കൊണ്ടപ്പോഴും ഒരെണ്ണം വാങ്ങിയാലോ എന്ന് ഓർത്തു. പിന്നെ ഞാൻ ആ കാര്യമൊക്കെ മറന്നുപോയി. പള്ളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മറന്നുപോയി. അവിടെ ഇടിയപ്പം വെന്തട്ടാ. അടുത്ത വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഫ്രൈ ആക്കണം. ഞാൻ ആ സമയത്ത് മുട്ട പൊരിച്ചു. അതുപോലെ ബീൻസ് തോരനും ഉണ്ടാക്കി കേട്ടോ. ബീൻസ് മെഴുക്ക് പുരട്ടി, തോരനല്ല, തേങ്ങ ഇട്ടില്ലേ, തേങ്ങ ഇടാതെ ഉണ്ടാക്കിയത്. പിന്നെ ചോറ് വാർത്ത് പിന്നീട് അതൊന്ന് മുറിച്ചെടുത്തു കേട്ടോ. മുറിച്ചെടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വൈകുന്നേരം രാത്രി ആയാലും ഒരു കുഴപ്പമില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കുവേ. നമ്മൾ അരിയൊന്ന് മാറ്റി പിടിച്ചു കേട്ടോ. അപ്പോൾ പവിഴത്തിൻ്റെ അരിയാണ്, പവിഴം റൈസാണ് വാങ്ങുന്നത്. നിർമ്മലായിരുന്നു പവിഴം റൈസ്. ഞാനിങ്ങനെ മാറി മാറി വാങ്ങാറുണ്ട് കേട്ടോ. പ്രിയം പവിഴം നിർമ്മൽ. ഞാൻ എൻ്റെ ചോറ്റുപാത്രം എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഞാനോർത്ത് ചോറായിട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്തു. ബീൻസ് തോരൻ ഉണ്ടപ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നി. അപ്പോൾ അങ്ങോട്ട് ചോറായിട്ട് എടുക്കാമല്ലോ എന്ന് ഓർത്തു. ആൻസൊക്കെ നല്ല ഉറക്കാം. എന്തൊരു ചൂടപ്പം.
ആൺസൂട്ടല്ലേ ആൺസൂട്ടൻ്റെ ചെറിയ ടിഫിൻ ബോക്സിനകത്തേക്ക് 2 ഇടിയപ്പം ഇട്ടുകൊണ്ട് പോയി കോളേജിൽ ഇരുന്ന് കഴിക്കാം. രാവിലെ ചെല്ലുമ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടും ആ സമയമില്ല. ഇടിയപ്പവും ബീഫ് കറി. ഒരിടിയപ്പം എടുത്താൽ മതിയായിരിക്കും. കനം കുറഞ്ഞ ഇടിയപ്പം ഉണ്ടോ? ഓക്കെ. ഉണ്ടോ നോക്ക 800 എണ്ണി നോക്ക. ആ എന്തി ആ സാധോടെ കൂടി കൊടുക്കണം. എവിടെ ഇതിവിടെ വെച്ച് കീറ, ഇവിടെ വെച്ച് കട്ട് ചെയ്യ, അത്രയ്ക്ക് കട്ട് ചെയ്താൽ മതി. എന്തുവാണ് ഇതൊക്കെ വൃത്തിക്ക് അടുക്കി പറക്കി വെച്ച് തന്നാണല്ലോ. ആൻസൂട്ട ടൂർ പോവാണ് കേട്ടാ, ഇന്നല്ല അടുത്ത ദിവസം. അപ്പോൾ ടൂറിൻ്റെ എമൗണ്ട് 800. കട്ട് അറിയില്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് തരാം. മുകളിൽ വെച്ച് കട്ട് ചെയ്യാം, ആ വരയിൽ വെച്ചാടെ കട്ട് ചെയ്യണ്ടേ, താഴേക്ക് ഇറക്കി കട്ട് ചെയ്യല്ലേ, ആ വരയാണ് കട്ട് ചെയ്ത് പോകണ്ടേ. ആ ഉടുത്തോണ്ട് പോകാനുള്ള സാരിയും ഒക്കെ എടുത്ത് വെച്ചേക്കോട്ടെ. ഞാൻ ഇന്നലെ തന്നെ എടുത്ത് വെച്ചു. അതുകൊണ്ടോ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ സാരിയാണ് കേട്ടോ. അപ്പോൾ സാരിയുടെ ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടില്ല, വേറൊരു ബ്ലൗസാണ് ഇടുന്നത്. ഒത്തിരി ഇഷ്ടമുള്ളൊരു സാരി, ഞാൻ അധികം അങ്ങനെ ഉടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളങ്ങ് പോണില്ലായിരുന്നല്ലോ, ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ വെറുതെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഞാൻ റെഡി ആവട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് അവന് രാവിലെ 2 മുട്ട കൊടുത്ത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കോളേജിൽ ചെന്നിട്ട് കഴിക്കുന്നുള്ളൂ. വെള്ളം എടുത്തില്ല, വെള്ളം എടുക്കട്ടെ കൂട്ടുകാരേ. അപ്പം നമ്മൾ റെഡിയായി, ഞാൻ പോവാണ് ഇട്ടത്. ആൻസൂട്ടൻ ഇവിടെ ലലപാടി നടക്കുന്നുണ്ട്, പിന്നെ ബാസ്കിമോൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു രാവിലത്തെ വിശേഷം എന്ന് പറയാൻ ഇതാണ്. അപ്പം നമ്മൾ വീഡിയോ വീണ്ടും ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.